ഇന്നത്തെ വീഡിയോ നമ്മുടെ വണ്ടിപ്രാന്തന്മാർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു ഫോർഡ് മസ്താങ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. 60 വർഷമായി ആക്ച്വലി ഈ ഒരു മസ്താങ് നമ്മുടെ റോഡിൽ ഇറങ്ങി തുടങ്ങിയിട്ട് എല്ലാവർക്കും ഈ ഒരു കാർ മേടിക്കുക എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്നാൽ മസ്താങ് ഡിസൈനിലുള്ള ഫോർഡ് ഒഫീഷ്യലി ലൈസൻസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, പ്രത്യേകിച്ച് ഒരു ഇയർബഡ് 1500 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് മേടിക്കോ ഇല്ലയോ? എന്തായാലും നിങ്ങളൊരു വണ്ടിപ്രാന്തനാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് മേടിക്കുന്നെങ്കിൽ ലവ് ഹാർട്ട് കമന്റ് ആയിട്ടുള്ളൂ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ദ വേൾഡ്സ് ഫസ്റ്റ് ഇയർബഡ്സ് ടു പുട്ട് ദ വൈൽഡ് സ്പീഡ് ഓഫ് ദ മസ്താങ് എന്ന് ബോൾട്ട് അവകാശപ്പെടുന്ന ടോർക്കിനെ കുറിച്ചിട്ടാണ്. ടോർക്ക് മാത്രമല്ല, ആക്ച്വലി ബോൾട്ടിൽ ഒരു മസ്താങ് സീരീസ് എന്ന് പറഞ്ഞൊരു 3 പ്രോഡക്റ്റ് ഉണ്ട്. അതിലൊന്നാണ് ടോർക്ക്. ഇതല്ലാണ്ട് ഡാഷ്, അതുപോലെ തന്നെ ഡേർബി എന്ന് മറ്റു 2 പ്രോഡക്റ്റുകളും കാണാം. 1299 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫർ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഫസ്റ്റ് സെയിലിനെത്തിയ ഈ ഒരു ടോർക്ക് നമ്മൾ വാങ്ങിച്ച വർത്ത് ബൈങ് ആകോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു പ്രോഡക്റ്റിന് സവിശേഷതകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ഒരു ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റായിട്ടും കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോൾട്ട് ടോർക്ക്. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡിസൈൻ ലൈക്ക് എ മസ്താങ് ബൈ മസ്താങ്, അതായത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മസ്താങ് തന്നെയാണ്. ആ ഒരു മസ്താങ് പോലെ ഒരു മാറ്റ് ഫിനിഷ് കേസ് ആണ്. കൂടാതെ മസ്താങ്ങിന്റെ ആ ഒരു ലോഗോ, ഒഫീഷ്യൽ ലോഗോ മുകളിൽ കാണാം. തൊട്ടടിയിലായിട്ട് ബോൾട്ടിന്റെ ലോഗോ ഉണ്ട്. കൂടാതെ ഏറ്റവും മുന്നിലായിട്ട് നമുക്ക് ആ ഒരു മസ്താങ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ഡിസൈൻ ഇവിടെ നമുക്ക് കാണാം. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇതിനകത്ത് ആ ഒരു ചുമന്ന ലൈറ്റ് കത്തുന്നത് ഭയങ്കര രസമുണ്ട് ആക്ച്വലി കാണാനായിട്ട്. കൂടാതെ പിറകിൽ 2 ടൈപ്പ് സി പോർട്ടാണ്. പൊതുവെ നമുക്ക് മറ്റുള്ള ഇയർബഡുകളിലൊക്കെ ഒന്നാണെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അത് 2 എണ്ണമാണ്. ഒരു മാറ്റ് ഫിനിഷ് കേസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രാച്ച് ആയി പോകാൻ ചാൻസ് വളരെ കുറവാണ്. അതേപോലെ തന്നെ സൈഡിലായിട്ട് നമ്മുടെ GT ബാഡ്ജിങ് സഹിതം ഇവിടെ കാണാൻ സാധിക്കും. അപ് ടു 50 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ ടൈപ്പ് സി ആയതുകൊണ്ട് ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി. 100 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം എന്ന് കിട്ടുന്നതാണ്. ഇനി ആ ഒരു ലിഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇയർബഡുകൾ ഇരിപ്പുണ്ട്. എന്തായാലും അതിന് മുന്നേ ലിഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഒരു ക്വാളിറ്റിയാണ്. ഭയങ്കര വലിയൊരു കുറ്റം പറയാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചില്. പിന്നെ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ഏത് ഡിവൈസിലാണോ പറയുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവും. കാരണം ഇതിനകത്ത് ബ്ലിങ്ക് ആൻഡ് പെയർ ടെക്നോളജി ഉണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.4ന്റെ ആ ഒരു ഫാസ്റ്റസ്റ്റ് കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ അപ്പോഴേ അങ്ങോട്ട് പട്ടയെന്ന് പറഞ്ഞാൽ കണക്ട് ആവുന്നതാണ്. ഇനി ഇയർബഡുകളിലേക്ക് വരണമെങ്കിൽ വളരെ മനോഹരമായിട്ട് യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിറകിലത്തെ ആ ഒരു LED ഇൻഡിക്കേറ്റർ ആണെങ്കിൽ കത്തുന്നത് കാണാൻ നല്ല രസമുണ്ട്. അതായത് നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ ഇങ്ങനെ മിന്നി മിന്നി കത്തത്തില്ലേ, അതേപോലെയാണ് ആക്ച്വലി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഒരു മാറ്റ് ഫിനിഷ് ആണ്. ബ്ലൂ കളർ ആൻഡ് നമ്മുടെ ആ ഒരു വൈറ്റ് കളർ ഇയർബഡ് കൂടെ വന്നപ്പോഴത്തേക്ക് ആ ഒരു കോമ്പിനേഷൻ നല്ല രസമുണ്ട്. പിന്നെ ആ ഒരു മസ്താങ്ങിന്റെ ബാഡ്ജിങ് നമ്മുടെ ബഡിൽ കാണാൻ സാധിക്കുക. 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകളും വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ആ ഒരു മ്യൂസിക് കേൾക്കുന്ന സമയത്ത് കിട്ടുക. ഇനി എന്തായാലും വേറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് പാസീവ് നോയിസ് ക്യാൻസലേഷൻ നല്ല രീതിക്ക് തന്നെ അങ്ങോട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. എന്തായാലും നിങ്ങളിത് വെച്ചുകൊണ്ട് ഒരു ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് പാട്ട് കേൾക്കുക, മൂവീസ് കാണുക, അല്ലെങ്കിൽ ഒരുപാട് മിണ്ടുമ്പോഴത്തേക്ക് അങ്ങനെ ആ ഒരു ക്രൗഡ് വലിയ രീതിക്ക് അഫക്ട് ചെയ്യാൻ പോകുന്നില്ല. കൂടാതെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് വിയർത്താൽ പോലും, ഇനി അതല്ല ജോഗിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് മഴ പെയ്താൽ പോലും ഇതിനകത്ത് IPX5ന്റെ ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളെ ഈ ഒരു ഇയർബഡിനെ ബാധിക്കത്തില്ല കേട്ടോ. അതായത് വെള്ളം കയറി ഇത് അടിച്ചു പോകാൻ ചാൻസ് കുറവാണ്. ഇപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോൾട്ട് ടോർക്കിൽ നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ് ഇൻറ്റോറിലെ. ഇതിനകത്ത് കോഡ് മൈക്ക് വിത്ത് EMC ആണ്. അതായത് ഓരോ ഇയർബഡുകളും നമുക്ക് 2 മൈക്ക് വീതം കാണാം. എന്തായാലും ഒരു കോളിംഗ് പേർപ്പസിന് വേണ്ടി നമ്മൾ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വർത്ത് ബൈങ് ആകുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല 99% പാട്ടുകളിലും. ഇനി എൻ്റെ ഒരു മ്യൂസിക് ക്വാളിറ്റിയുടെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഇതിന്റെ ആ ഒരു ഡിസൈനൊക്കെ കണ്ടിട്ട് ആദ്യമേ അങ്ങോട്ട് ജഡ്ജ് ചെയ്തു ഇതിന്നുള്ള ഔട്ട്പുട്ട് കൊള്ളൂലായിരിക്കും എന്നുള്ളത്. എന്നാൽ പാട്ട് കേട്ട സമയത്ത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത്. അതായത് മുൻധാരണകൾക്കും അതീതമായിരുന്നു ആക്ച്വലി ഇതിൽ നിന്ന് കിട്ടിയ ഒരു ഔട്ട്പുട്ട്. നല്ല അടിപൊളി ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ട്രിബിൾ ഒക്കെ ഉള്ള നല്ല ഒരു ഔട്ട്പുട്ടാണ് ഇവിടെ നമുക്ക് കിട്ടുക. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മുടെ ബോൾട്ട് ആപ്പിൽ പോയിട്ട് EQ ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റുമേ. പ്രത്യേകിച്ച് ആ ഒരു ബേസ് നല്ല രീതിക്ക് അപ്പ് ചെയ്യാം. കൂടാതെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് വീണ്ടും എൻഹാൻസ് ആക്കാം. അതേപോലെ തന്നെ ട്രിബിൾ വേണമെങ്കിൽ കൂട്ടാൻ കുറയ്ക്കാം. സോ നമുക്ക് നമ്മളുടെ ടേസ്റ്റ് എന്താണോ അതിനനുസരിച്ച് ആ ഒരു EQ ചേഞ്ച് ആക്കാൻ പറ്റും നമ്മുടെ ബോൾട്ട് ആപ്പിൽ. അത് നല്ലൊരു സംഭവമാണ്. എന്തായാലും ബോൾട്ട് ആമ്പിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഞാനത് കൂടുതൽ പറഞ്ഞുതരാം കേട്ടോ.
ഉറപ്പായിട്ടും മ്യൂസിക് ക്വാളിറ്റി എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു ബേസ് ലവർ ആയിക്കോട്ടെ വോക്കൽ ലവർ ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള ആളായിക്കോട്ടെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, അതിൽ വേറൊരു സംശയമില്ല. ഇനി നമ്മുടെ ബോൾട്ട് ആംപ് ആപ്പിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും ഇയർബഡ്സുകൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇന്റർഫേസ് ഓപ്പൺ ആയി വരുന്നത്. അവിടെ നമുക്ക് ബാറ്ററി ലെവൽ കാണാൻ പറ്റും, കൂടാതെ ഇക്വലൈസർ ഞാൻ പറഞ്ഞില്ലേ EQ മോഡ്സ് നമുക്ക് ഓൾറെഡി പ്രീസെറ്റ് ഉണ്ട്, അത് നമുക്ക് പോവാം. അതിന് അതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ കസ്റ്റം ചെയ്യാൻ പറ്റും. കൂടാതെ ഈ ഒരു ബേസ് കണ്ട ബേസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. മെയിൻ വോളിയം നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. കൂടാതെ ട്രെബിൾ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും കേട്ടോ. എന്തായാലും അതൊക്കെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. കൂടാതെ കീയിലേക്ക് വരണമെങ്കിൽ ഇവിടെ ആക്ച്വലി സിംഗിൾ ടാപ്പും ഡബിൾ ടാപ്പിനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ട്രിപ്പിൾ ടാപ്പ് നമ്മൾ വലതിൽ ചെയ്യുമ്പോഴത്തേക്ക് വോളിയം അപ്പ് ആവും, ട്രിപ്പിൾ ടാപ്പ് നമ്മൾ ഇടതിൽ ചെയ്യുമ്പോഴത്തേക്ക് വോളിയം ഡൗൺ ആവും. കൂടാതെ കോഡ് ടാപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഗെയിം മോഡ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒക്കെ സാധിക്കുന്നത്. എന്തായാലും അത് ഇവിടെ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വോയിസ് അസിസ്റ്റൻസും ഒക്കെ അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നതാണ്. കൂടാതെ സെറ്റിംഗ്സിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ പേര് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. കൂടാതെ വോക്ക് മോഡ് അതിൽ നമുക്ക് മ്യൂസിക് മോഡിലേക്ക് പോകാം, അതല്ല കോമ്പാക്ട് മോഡിലേക്കും മാനുവലി നമുക്ക് ഓണും ഓഫ് ഒക്കെ ആക്കാൻ സാധിക്കുന്നതാണ്. ടൂൾസിലേക്ക് പോകുകയാണെങ്കിൽ ഇതാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവം. അതായത് നമ്മുടെ ഇയർബഡ്സിൻ്റെ പൊടിയൊക്കെ കളയാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ്. കൂടാതെ സെറ്റിംഗ്സിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. മെയിനായിട്ടുള്ള സംഭവം എന്തായാലും ഈ ഒരു മെയിൻ ഡിവൈസിൻ്റെ ആ ഹോം പേജിൽ തന്നെയാണ് കാണാൻ പറ്റുക. ഇനി നമ്മുടെ 45 ms അൾട്രാ ലോ ലേറ്റൻസി മോഡ് പബ്ജി പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണ് നോക്കാവേ. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സ്പ്രേ ആയിട്ട് കൈ അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആ ഒരു സൗണ്ട് സസ്റ്റെയിൻ ചെയ്തെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയേ. പക്കയാണ് കേട്ടോ. എന്തായാലും സിംഗിൾ ഷോട്ട് അടിക്കാം. സിംഗിൾ ഷോട്ട് തന്നെ പൊതുവേ കണ്ട ഇതുപോലെ തന്നെയാണ് എപ്പോഴും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എന്തായാലും SBC കോഡക്കിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ലോ ലേറ്റൻസി മോഡ് ഇട്ടത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു 45 ms മാക്സിമം സൂപ്പർ ലോ ലേറ്റൻസിയാണ് നിങ്ങളിവിടെ കണ്ടത്. എന്തായാലും ഇത്രയാണ് ഈ ഒരു ബോൾ ടോർക്കിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 1299 സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഇനി അതല്ല 1500 രൂപയ്ക്കുള്ളിൽ ഇത് വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കണോ വേണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ പറയുന്നത് നിങ്ങളൊരു ഫോർഡ് മസ്താങ് ലവറാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു വണ്ടി പ്രാന്തനാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് വാങ്ങിക്കാം ആ ഒരു ഡിസൈനിൻ്റെ കാര്യത്തിൽ. കൂടാതെ ഡിസൈൻ മാത്രമല്ല ഉള്ളത്, ഇവിടുത്തെ ആ ഒരു മ്യൂസിക് ക്വാളിറ്റി ആണെങ്കിലും അടിപൊളിയാണ്. പിന്നെ നിങ്ങൾ ആ ഒരു മൈക്ക് ക്വാളിറ്റി കേട്ടല്ലോ, അത് മതിയെങ്കിൽ ഉറപ്പായിട്ടും മേടിക്കാം. അതേപോലെ തന്നെ വെയറിംഗ് കംഫർട്ട് ഓക്കെയാണ്. ഗെയിമിങ്ങിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നല്ല രീതിക്ക് നമുക്ക് കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. സോ ഓവറോൾ 1299 നല്ല വർത്ത് ബൈങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു ബോൾ ടോർക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബോൾ ടോർക്കിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.